ഓണസദ്യക്ക് ഇലയിൽ തൊട്ട് കൂട്ടുന്ന ഐറ്റംസുകളിൽ അച്ചാറിനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് പുളിയിഞ്ചി. നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഐറ്റംസുകൾ വെച്ചിട്ട് വേഗം പുളിയിഞ്ചി ഉണ്ടാക്കിയാലോ? വായോ. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പൊ കൂടെ പോരെ. ആവശ്യമുള്ള ഐറ്റംസിൽ ആദ്യം തന്നെ വേണ്ടത് ഇഞ്ചിയാണ്. കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞിരിക്കുന്ന ഇഞ്ചിയെ കുനുകുനെ ചെറുകുറു നിരകൾ ചുവടിടുക വിളുകളിൽ അങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചി. വീണ്ടും കുനുകുനെ അരിഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ 3-4 പച്ചമുളക്. ഈ മൺചട്ടിയിൽ കാണുന്ന വെള്ളം കാണുമ്പോൾ മീൻ കഴുകിയ വെള്ളമാണോ എന്ന് ആരും ചോദിക്കരുത്. നല്ല നാടൻ പുളി കഴുകി പിഴിഞ്ഞെടുത്തിരിക്കുന്ന നല്ല പുളിവെള്ളമാണ്. മറയൂരിൽ നിന്നും ലോറി കയറി നമ്മുടെ റോട്ടിലെ കുണ്ടും കുഴിയും താണ്ടി കേരളത്തിലെത്തിയ നല്ല മറയൂർ ശർക്കര. അടുത്ത വീട്ടിലെ ചേച്ചി കാണാതെ അമ്മ പോയി പറിച്ചെടുത്ത നല്ല നാടൻ കറിവേപ്പില. എന്നെ പോലെ തന്നെ റൂമിൽ മടിയനായിട്ടിരിക്കുന്ന എന്നാൽ അടുക്കളയിൽ ഭരണിക്കകത്ത് മടിയനായിട്ടിരിക്കുന്ന ഉപ്പ്. ഉപ്പിന് കൂട്ടായി കുപ്പിക്കകത്ത് മടി പിടിച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി. ഇത് കണ്ടു കഴിയുമ്പോൾ കോഴിക്കോടൻ അലുവ മുറിച്ചു വെച്ചേക്കാണോ എന്ന് ചോദിച്ചാരും വരരുത്. ഏതാ ബ്രാൻഡ് എന്നറിയാൻ പാടില്ലാത്ത കായം. ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി. ഇത് കാണുമ്പോൾ കടലമാവാണെന്നുള്ള സംശയം എല്ലാവർക്കും തോന്നിയേക്കാം. കടലമാവിന്റെ അമ്മായിയുടെ മോൻ ഉലുവപ്പൊടി. ഇനി നമുക്ക് നേരെ പാചകത്തിലേക്ക് പോവാം. ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ചട്ടിയിൽ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം നമുക്ക് ഗ്യാസിലേക്ക് ചൂടാക്കാനായിട്ട് വെക്കും. വെള്ളം തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മുടെ കുനുകുന ടീംസായ പച്ചമുളക്, ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കണം. അതിനുശേഷം മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അവിടെ ഇരുന്ന് രണ്ടുപേര് ഞങ്ങളെ മറന്നുപോയല്ലേ എന്ന് സങ്കടം പറഞ്ഞപ്പോഴാ അവരെ കുറിച്ച് ഓർത്തത്. സോറി മക്കളെ, ഇടാൻ വിട്ടുപോയ നമ്മുടെ പാവങ്ങളായ ഉപ്പും കായവും. തിളച്ചു വരുന്നതിനനുസരിച്ച് തീ കുറച്ചു കൊടുക്കുകയോ ഇളക്കി കൊടുക്കുകയോ ചെയ്തു കൊടുക്കണം. തിളച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പുളിഞ്ചിയുടെ ആ രുചി അങ്ങോട്ട് മാറിപ്പോകും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശർക്കര കുട്ടന്മാരെ നമുക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ കുറുകി വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യണം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിളച്ചു പോവാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം. എല്ലാം കൂടി കുറുകി ഏകദേശം ഈ ഒരു പരുവമായിട്ട് വരുമ്പോൾ നമ്മുടെ രുചിക്കും മണത്തിനും ആവശ്യമുള്ള ഉലുവപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും. ഓവർ ആവരുതേ. കുറുകി ഏകദേശം ഈ ഒരു പരുവമായിട്ട് വരുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. നമ്മുടെ പുളിയിഞ്ചി മാറ്റി വെച്ച് അവിടേക്ക് ഒരു പാൻ എടുത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി ഒരു പരുവമായിട്ട് വരുമ്പോൾ നമ്മുടെ കുനുകുന ടീംസായ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒരു 3 പേരെയും കൂട്ടി നന്നായി വഴറ്റി കൊടുക്കാം. അതിനുശേഷം 3-4 ഉണക്കമുളക് കീറിയതും കറിവേപ്പിലയും ഇട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി നേരെ എടുത്ത് നമ്മുടെ പുളിയിഞ്ചിലേക്ക് തട്ടിക്കോ. നമ്മുടെ ഓണത്തിനുള്ള പുളിയിഞ്ചി റെഡി. അപ്പൊ നമ്മുടെ ഓണസദ്യയില് തൊട്ടുകൂട്ടുന്ന കറികളില് മുൻപന്തിയിൽ നിൽക്കുന്ന പുളിയിഞ്ചി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. സത്യം പറയാലോ ഗൈസ്, ഇന്ന് ഈ പുളിയിഞ്ചിയും ഒരു പപ്പടവും കൂട്ടിയിട്ട് ഒരു പാത്രം ചോറ് ഞാൻ കഴിച്ചു. അപ്പൊ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ രാഹുൽ മോഹൻ.